CPI സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച ഗീതാ ഗോപിക്കെതിരെ വളരെ ഗുരുതര ആരോപണങ്ങളുമായി നാട്ടിക MLA CC മുകുന്ദൻ രംഗത്ത് വന്നു. ഗീതാ ഗോപി പാർട്ടിക്ക് പുറത്തുള്ള ആരുടെയും സ്പോൺസേഡ് സ്ഥാനാർത്ഥി എന്നാണ് മുകുന്ദന്റെ ആരോപണം. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് ഗീതാ ഗോപി പ്രചാരണം തുടങ്ങിയെന്നും അതെങ്ങനെ സംഭവിച്ചുവെന്നും CC മുകുന്ദന്റെ ചോദ്യം. കോൺഗ്രസ് പിന്തുണയുള്ള സ്ഥാനാർത്ഥിയായി നാട്ടികയിൽ താൻ മത്സരിക്കുമെന്നും CC മുകുന്ദൻ അറിയിച്ചു. ഇല്ലാതെ ഇടപെടാതെ ഈ കക്ഷി വരില്ല. അങ്ങനെ ഈ പ്രഖ്യാപിക്കുന്ന മുമ്പ് തന്നെ ഇവിടെ വർക്ക് ആരംഭിച്ചില്ലേ? ഞാൻ പോലും വർക്ക് ആരംഭിച്ചിട്ടില്ല ഇവിടെ. അപ്പോൾ അതൊക്കെ വ്യത്യസ്തമായി ഇവർ പെട്ടെന്ന് ആക്ട് ചെയ്ത് വർക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് വ്യത്യസ്തമായ രീതിയിൽ നടപടി വരാൻ പോകുകയാണ്. അതുകൊണ്ട് നമ്മൾ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ പാർട്ടി പോലും എന്നെ വിളിക്കേണ്ടത് ഇതുവരെ വിളിച്ചിട്ടില്ലല്ലോ. എന്നാൽ മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന പാഴ്വസ്തുക്കൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ നിലപാടെടുത്തിരിക്കുന്നത്. യുവാക്കൾക്ക് മത്സരിക്കാനുള്ള വേദിയാണ് ഇല്ലാതാക്കുന്നതെന്ന് മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ്, നാട്ടിക മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റാണ് ആൻഡോ തൊറയൻ പ്രതികരിച്ചു. ഇത് മറ്റു പാർട്ടികളിൽ നിന്ന് പുറന്തള്ളുന്ന നമ്മുടെ സ്ക്രാപ്പ് എടുക്കാൻ ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. ഞങ്ങളുടെ ഭാഗത്തുള്ള ഞങ്ങളുടെ അഭിപ്രായമാണ്. ഒരുപാട് ചെറുപ്പക്കാർ ഈ സംവരണ മണ്ഡലം ആയതുകൊണ്ട് കുറച്ച് നാളുകളായിട്ട് 15 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഈ ഒരു മത്സരിക്കാനായിട്ടൊരു ചാൻസാണ് ഇപ്പോൾ ഈ വരുന്ന ഈ ഒരു നിയമസഭ ഇലക്ഷൻ. അവർക്ക് മത്സരിക്കാനുള്ളൊരു വേദിയും കൂടിയാണ് ഇത് നഷ്ടപ്പെടുന്നത്. അപ്പോൾ അതിനെ ഇല്ലായ്മ ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു തിരുത്തലായിട്ട് നിൽക്കാനാണ് ഞങ്ങൾ നിൽക്കുന്നത്. നാട്ടിക മണ്ഡലം CPIക്ക് അലോസരമാകുന്നു എന്ന വാർത്ത വരുമ്പോൾ ശ്രീജിത്ത് ശ്രീകുമാരൻ കൂടുതൽ വിവരങ്ങൾ നൽകാൻ നമുക്കൊപ്പം ചേരുന്നു. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്. തൃശ്ശൂർ ജില്ലയിൽ ആകെ കുറച്ച് പ്രശ്നങ്ങളാണല്ലോ. നാട്ടിക എങ്ങനെ ഇരിക്കുന്നു, പറയൂ. തീർച്ചയായും ഗുഡ് മോർണിംഗ് SKN. വലിയ പ്രശ്നങ്ങൾ ഉടലെടുത്തിരിക്കുകയാണ്. അത് ഇന്നലെ പൊട്ടിച്ചത് CC മുകുന്ദൻ തന്നെയാണ്. അത് സ്ഥാനാർത്ഥി നിർണയത്തിൽ അദ്ദേഹത്തിൻ്റെ പേരില്ല എന്ന് കണ്ടപ്പോൾ തന്നെ വലിയ പ്രതികരണം. അത് ആ സ്ഥാനാർത്ഥിക്കെതിരെ CPI പ്രഖ്യാപിച്ച ഗീതാ ഗോപി എന്ന സ്ഥാനാർത്ഥിക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചു. ഇന്നലെ അത് പേയ്മെൻറ്റ് സീറ്റാണെന്ന് പറഞ്ഞു. ഇന്ന് കുറച്ചുകൂടി കടന്ന് CC മുകുന്ദൻ ആക്രമിക്കുകയാണ്. അത് സ്പോൺസേഡ് സീറ്റാണ്, സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ് ഗീതാ ഗോപി. അത് പുറമേ നിന്നുള്ള ആരുടെയോ സ്പോൺസേഡ് സ്ഥാനാർത്ഥിയാണ്. ആ സ്പോൺസറെ കൊണ്ടുവന്നത് പാർട്ടിക്കുള്ളിലെ തൻ്റെ ശിഷ്യനാണോ എന്ന് സംശയമുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ കുറച്ചധികം ആളുകളുണ്ട്. അദ്ദേഹത്തിന് തൊട്ട അയൽവാസികളാണ്. അത് ഒന്ന് മുൻ മന്ത്രി VS സുനിൽകുമാർ, അതുകൂടാതെ ഇപ്പോഴത്തെ മന്ത്രി K രാജൻ. ഇതിലേതാണ് എന്ന് ചോദിച്ചപ്പോൾ അത് വഴിയെ പറയാമെന്നാണ് CC മുകുന്ദൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും ഇന്നും ഗുരുതരമായ ആക്ഷേപങ്ങൾ ഗീതാ ഗോപിക്കെതിരെ ഉയർത്തുന്നു. പാർട്ടിയുടെ നേതൃത്വം ഒരു കാരണവശാലും തന്നോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. ഒരു കാര്യത്തിൽ ഒരു തർക്കവുമില്ല. താൻ വീണ്ടും മത്സരിക്കുകയാണ് നാട്ടിക മണ്ഡലത്തിൽ. അത് പക്ഷേ UDFിൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ്. തനിക്ക് എല്ലാവിധ പിന്തുണയും UDF നേതാക്കൾ വാഗ്ദാനം ചെയ്തു എന്നാണ് പറയുന്നത്. ഇന്നും UDF നേതാക്കളുമായി, കോൺഗ്രസ് നേതാക്കളുമായി ചർച്ചയുണ്ടെന്നും പറയുന്നു. ആ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ ഒരു കല്ലുകടി എന്ന തരത്തിൽ താന്യം മണ്ഡലം പ്രസിഡന്റ്, നാട്ടിക മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന താന്യം മണ്ഡലത്തിൻ്റെ പ്രസിഡന്റാണ് ആൻഡോ തൊറയനും അതുപോലെ തന്നെ ഷൈൻ നാട്ടികയും. ഇവർ രണ്ടുപേരും ഈ പ്രദേശത്തെ കോൺഗ്രസ് നേതാക്കളാണ്. രൂക്ഷമായ വിമർശനം, ഇവരാണ് ഈ പ്രദേശത്തെ കോൺഗ്രസ് പ്രവർത്തകർ. രൂക്ഷമായ വിമർശനം. CC മുകുന്ദനെ പാഴ്വസ്തു എന്നാണ് ആൻഡോ തൊറയൻ വിശേഷിപ്പിച്ചിരിക്കുന്നത്, കോൺഗ്രസ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. വലിയ സമരങ്ങളെല്ലാം CC മുകുന്ദനെതിരെ ചെയ്തിട്ടുണ്ട് എന്ന് ഷൈൻ നാട്ടികയും പറയുന്നുണ്ട്. CC മുകുന്ദൻ പ്രശസ്തനായത് ഈ മണ്ഡലത്തിൽ വികസനം നടത്തിയിട്ടല്ല, പകരം വീടിൻ്റെ ഉള്ളിൽ വീണ് കാലൊടിഞ്ഞതിന് ശേഷം കരഞ്ഞുകൊണ്ടാണ് CC മുകുന്ദൻ പ്രശസ്തനായത്. അല്ലാതെ മണ്ഡലത്തിൽ ഒരു വികസനവും നടത്തിയിട്ടില്ല എന്ന് തുറന്നടിക്കുകയാണ് കോൺഗ്രസ്. കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ സ്ഥാനാർത്ഥികളെ വേണമെന്നും പറയുന്നുണ്ട്. എന്തായാലും കോൺഗ്രസ് നേതൃത്വം, അഖിലേന്ത്യാ നേതൃത്വം, അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും CC മുകുന്ദനെ സ്ഥാനാർത്ഥിയാക്കുക എന്നൊരു നിലപാടിലേക്ക് അവർ ഉറച്ചു കഴിഞ്ഞു. കാരണം ശക്തമായ കമ്മ്യൂണിസ്റ്റ് പേരുകളുള്ള മണ്ഡലമാണ് നാട്ടിക. CPMനും CPIക്കും ഒരുപോലെ ശക്തിയുള്ള പ്രദേശമാണ്. ആ പ്രദേശത്ത് കൈപ്പത്തി ചിഹ്നത്തിലൊക്കെ വിജയിച്ചു കയറുക എന്നത് വളരെ അപ്രാപ്യമായ കാര്യമാണ് എന്ന് അവർക്കും അറിയാം. അതുകൊണ്ട് തന്നെയാണ് CC മുകുന്ദനെ അടർത്തിയെടുത്ത് ഒരു വിസ്മയം എന്ന തരത്തിൽ അവതരിപ്പിച്ച് ഈ മണ്ഡലത്തിൽ വിജയിച്ചു കയറാനാകുമോ എന്നൊരു പരീക്ഷണം നടത്താൻ കോൺഗ്രസ് തയ്യാറാവുന്നത്. എന്തായാലും ഇനിയും ചർച്ചകൾ നടക്കും. CPIയുടെ ജില്ലാ എക്സിക്യൂട്ടീവ്, ജില്ലാ കമ്മിറ്റി യോഗങ്ങൾ ചേരുന്നുണ്ട്. ശേഷമായിരിക്കും അവരുടെ ഒരു പ്രതികരണം. എന്തായാലും ഏറ്റവും കൗതുകരമായ കാര്യം, ഒരു കേഡർ പാർട്ടി എന്ന തരത്തിൽ ഇത്തരം രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്ന ഒരു നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക എന്നൊരു നിലപാടിലേക്ക് സാധാരണ അവർ പോകാറുണ്ട്. പക്ഷേ ഈ CPIയുടെ തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയോ അല്ലെങ്കിൽ അന്തിക്കാട് മണ്ഡലം കമ്മിറ്റിയോ ഒരു ഘട്ടത്തിൽ പോലും CC മുകുന്ദനെ പുറത്താക്കാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു പക്ഷേ ജില്ലാ കമ്മിറ്റി, ജില്ലാ എക്സിക്യൂട്ടീവ് യോഗങ്ങൾക്ക് ശേഷം CC മുകുന്ദനെതിരെ നടപടി ഉണ്ടായേക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.